കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് വളരെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് പീരീഡുകളായിട്ട് നമുക്ക് ഭഗവാൻ ചിന്താലേശൻ്റെ പേരിൽ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ശതചണ്ഡികാ യാഗം നടന്നു വരികയായിരുന്നു. ആ യാഗത്തിൻ്റെ സമാപ്തി ദിവസമാണ് ഇന്ന്. അമ്മയുടെ ഇഷ്ടമായിട്ട് പട്ടുസാരി തൊട്ട് മറ്റെല്ലാ പൂജാ ദ്രവ്യങ്ങളും അഗ്നിയിൽ ഹോമിക്കുകയാണ്, അതായത് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അഗ്നിയിൽ ലയിപ്പിക്കാന്ന് പറഞ്ഞത് അമ്മ ഏറ്റെടുക്കുകയാണ്. ഈ പുണ്യമുഹൂർത്തമാണ് ഇന്ന് കാണാൻ പോണേ. ഇത് കാണുന്ന മാത്രമല്ല, ഇത് മറ്റ് ഭക്തരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് കാണുവാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ചണ്ഡികാ യാഗം പലപ്പോഴും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ചണ്ഡികാ ഹോമമല്ല, ചണ്ഡികാ യാഗം. കാരണം 100 ചണ്ഡിഹോമം, ശത ചണ്ഡികാ യാഗം. അപ്പോൾ ഈ യാഗ അഗ്നിയിൽ അമ്മ വന്ന് നിലയുറപ്പിച്ച്, അതും ഭഗവാന്റെ പേരിൽ, ശരിക്ക് ഈശ്വരൻ്റെ പേരിൽ ചെയ്യുന്ന ചിന്താലേശ പരമഗുരുവിൻ്റെ പേരിൽ, ഭഗവാൻ ചിന്താലേശൻ്റെ പേരിൽ ചെയ്യുന്ന ഹോമം ആയതുകൊണ്ട് അമ്മയുടെ പ്രസൻസും ഇത് ഭക്തിയോടുകൂടി ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. എല്ലാവരും കാണുക. വിശേഷമായ സമ്പൂർണമായിട്ട് അമ്മയ്ക്ക് അപ്പസ്വാമി ഗുരുക്ക് സമർപ്പണ ചെയ്ത ഈ ഒരു ശതചണ്ഡി യാഗത്തിൻ്റെ അവസാനത്തെ അംഗം പൂർണാഹുതി. ഈ 3 ദിവസം എല്ലാവരും എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദേവലോകത്തിൽ തന്നെ ഉണ്ട്. സമ്പൂർണമായിട്ട് മന്ത്രലോകത്തിൽ എല്ലാവരും മഗ്നമായിട്ടുണ്ട്. സർവമന്ത്രാത്മിക സർവതന്ത്രാത്മിക എല്ലാ അമ്മയാണ്, എല്ലാ ഗുരുവാണ്. ആ ഗുരുവിനെ എല്ലാം സമർപ്പണം ചെയ്താൽ, ഗുരുക്ക് സമ്പൂർണമായിട്ട് ശരണാഗതി ആയാൽ എന്ത് കിട്ടുമെന്നാൽ ഇത് തന്നെ കിട്ടുന്നത്. എന്താ കിട്ടൂ? പരമാനുഗ്രഹം. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഈ ഒരു മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ശക്തി ഐക്യസ്വരൂപയാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യസ്വരൂപിണി, ചണ്ഡികാദുർഗ എങ്ങനെയോ അതേപോലെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യസ്വരൂപിണി മൂകാംബിക സന്നിധാനത്തിൽ ശങ്കരാചാര്യ പ്രതിഷ്ഠ ചെയ്ത സ്വയംഭുലിംഗ സ്വരൂപിണിയാണ്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂർണ്ണാവധിക്ക് ഒരു അവകാശം. ഇത് പരമാനുഗ്രഹം. സർവബലം ദൈവബലം.
ധനബലം, ജനബലം, രാഷ്ട്രീയ ബലം, എന്ത് ബലമുണ്ടെങ്കിലും ദൈവബലം ഇല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. ദൈവബലം ഒന്നുണ്ടെങ്കിൽ അത് എല്ലാം നമ്മുടെ അടുത്ത് പോകും. എങ്ങനെയെന്നാൽ ഇപ്പോ വിശ്വത്തിൽ എവിടെ പോയാലും പഞ്ചസാരത്തില് ഉറുമ്പ് വരണം, പഞ്ചസാരത്തിന്റെ അടുത്ത് ഉറുമ്പ് വരണം, ഉറുമ്പെടുത്ത് പറയും പഞ്ചസാര പോയില്ല. അതാണ് ദൈവത്തെ എന്നാൽ അങ്ങനെ ഒരു വിശേഷമായ ഒരു ശക്തിയാണ്. നമ്മളെ പഞ്ചസാര ആവണം, എല്ലാം നമ്മുടെ അടുത്ത് വരണം. നമ്മൾ ഒരാളെ കൂടെ പിന്നിൽ പോകാൻ പാടില്ല, നമ്മളെ പൈസയുടെ കൂടെ പിന്നിൽ പോകാൻ പാടില്ല. എല്ലാം നമ്മുടെ അടുത്ത് വരണമെങ്കിൽ അതിന് ഒരു തപശക്തി വേണം. നിത്യ ഒരു വിധി എന്നുണ്ട്. ആ ഒരു തപശക്തിയാണ് നമ്മൾ മേലോട്ട് കൊണ്ടുപോകുന്നത്, മുങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് എങ്ങനെ സാധിക്കും എന്നാൽ ഋഷിമുനികള് നമുക്ക് ഒരു മാർഗദർശനം കൊടുത്തിട്ടുണ്ട്. ജപം, തപം, ഹോമം എല്ലാം ചെയ്യാൻ നിത്യവിധി എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും പാരായണം ചെയ്യുന്ന ആള്, എല്ലാ അമ്മേനെ ഭജിക്കുന്ന ആള്, എല്ലാ സഹസ്രനാമം ചൊല്ലുന്ന ആള്. അങ്ങനെ നമ്മൾ ഈ സഹസ്രനാമം ചൊല്ലിട്ട് ഭക്തിപൂർവ്വം അമ്മനെ ഭജിച്ചാൽ വിശേഷമായ ചൈതന്യ ശക്തി നമ്മളെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെയും പോകുന്നു വേണ്ട, എല്ലാം നമ്മളെ അടുത്ത് തന്നെ വരും. അതാണ് ശക്തി, മഹാൻ ശക്തിയുടെ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു വിശേഷമായിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ എത്രയോ കൊല്ലം ഈ ഒരു ചണ്ഡികാഹോമം ചെയ്ത നവചണ്ഡിക ഇപ്പോൾ ശതചണ്ഡി ഹോമം രണ്ടാമത്തെ പ്രാവശ്യം ഈ ജയനാരായണൻ പേര് പറയുന്നില്ല. ആ ഗുരു അനുഗ്രഹം കൊണ്ട്, ഗുരുവിന്റെ സങ്കല്പം കൊണ്ട് ഇങ്ങനെ ഒരു ചണ്ഡികാരാധന ചെയ്യാൻ പ്രേരണ ചെയ്തു. എന്തിന് എന്നാൽ എല്ലാ ശക്തി സർവദേവ ശരീരേഭ്യോ ആവിർഭൂതാമിത അമിത പ്രഭ ത്രിഗുണാസ മഹാലക്ഷ്മി സാക്ഷാത് മഹിഷമർദ്ദിനി. എന്താണ് അമ്മ? എന്താണ്? യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാദേവി സർവഭൂതേഷു വിഷ്ണുമായേതി സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. മാതൃഭ്യോ നമഃ, പിതൃഭ്യോ നമഃ, ഗുരുഭ്യോ നമഃ. മാത്രാണ് ആദ്യത്തെ നമുക്ക് ശക്തി കൊടുക്കുന്നത്, എല്ലാം അനുഗ്രഹിക്കുന്നത്. ആ മാത്രാണ് സൃഷ്ടി ചെയ്തതാണ് ഈ ജഗത്തിന്. അങ്ങനെ പ്രധാനമായിട്ട് നമുക്ക് ഈ മാത്രാണ്. അങ്ങനെ മാതൃസ്വരൂപിണി ഇത് വിശ്വമാത്രാണ്, വിശ്വമായാണ്, വിശ്വ അമ്മയാണ്, ആദിമായാണ്, ജഗത്തിലെ അമ്മയാണ് ഇവർ. എന്താ ഈ ചണ്ഡികാ സപ്തശി ശ്ലോകത്തിൽ വാസുദേവ ഭട്ട് നിങ്ങൾക്ക് എല്ലാ ഇന്ന് എൻ്റെ ഓരോരോ അധ്യായത്തിൻ്റെ എല്ലാം അംഗമായിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നെ പ്രത്യേകമായിട്ട് പറയുന്ന ആവശ്യമില്ല. എന്നാലും കൂടെ ഈ ഒരു ചണ്ഡികാ ദുർഗ എന്നാൽ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സ്വരൂപിണിയാണ്. ഋഗ്വേദ സ്വരൂപിണി, യജുർവേദ സ്വരൂപിണി, സാമവേദ സ്വരൂപിണിയാണ്. സൃഷ്ടിസ്ഥിതി ലയകാരിണിയാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണ്. അങ്ങനെ ഈ ഒരു 700 ശ്ലോകത്തിൽ 13 അധ്യായത്തിൽ വരുന്നത് എല്ലാ രാക്ഷസന്മാരെ സംഹരിച്ചിട്ട് വിശ്വത്തിൽ ഇവർ ശാന്തി കൊടുത്ത പരമാംബികയാണ് ഈ ചണ്ഡിക ദുർഗ. ശുംഭനിശുംഭ, ചണ്ഡമുണ്ട, മധുകൈരവ, രക്തബീജാസുര, മഹിഷാസുര എല്ലാവരും സംഹാരം ചെയ്തിട്ട് എങ്ങനെയാണ് ഈ 11ാമത്തെ അധ്യായത്തിൽ ദേവിക്ക് നമസ്കരിക്കുകയാണ്. ഈ ഒരു രാക്ഷസരുടെ സംഘർഷം വന്ന സമയത്തിൽ എല്ലാ ദേവന്മാർ ദേവി എടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദേവരും അധികം സർവ്വദേവ ശരീരേഭ്യോ അവിടെ വരുന്നതാണ്. എല്ലാ ദേവതകളുടെ ശക്തിയും ദേവി എടുത്തിട്ട് എല്ലാ ശംഖ, ചക്ര, ഗദ, പിന്നെ എല്ലാ ത്രിശൂലം എല്ലാ ആയുധം എടുത്തിട്ട് ഇങ്ങനെ രാക്ഷസന്മാർ ചെയ്തിട്ട് സംരക്ഷണാശക്തി, സംഹാരശക്തി രണ്ടും ഉള്ളതാണ്. എല്ലാ രാക്ഷസ സംഹാരം ചെയ്തു, അവസാനം എങ്ങനെ മോക്ഷവും കൊടുത്തു. അവിടെ രാക്ഷസന്മാരിട്ട് അങ്ങനെ വിട്ടിട്ടില്ല, അവർക്ക് മോക്ഷം കൊടുത്തു. സംഹാരശക്തിയാണ് സംരക്ഷണാശക്തി. അങ്ങനെ വിശേഷമായ അവർ ശക്തി ആരാധന ചെയ്യാൻ പ്രേരേപണ ചെയ്തത് ഗുരുവാണ് ജയനാരായണക്ക്. അങ്ങനെ വിശേഷമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ 3 ദിവസം കൊണ്ട് നമ്മൾ എല്ലാ ദേവതകൾക്ക്
സംതൃപ്തിപ്പെടുത്തിയിട്ട് അവസാനത്തെ ഈ ചണ്ഡികാ ദുർഗാദേവി കൂടെ ഇന്ന് 100 കിലോ പായസം 700 പ്രാവശ്യം ആഹുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ 10,000 പ്രാവശ്യം ചണ്ഡികാ നവാക്ഷരം ആഹുതിക്ക് ദേവി മന്ത്രം കൊണ്ട് അഗ്നിമുഖേന ആഹുതി കൊടുത്തിട്ടുണ്ട്. വേവ്സ് ഓഫ് ദ മന്ത്രം, rays of the Agni, combination of the rays and waves is called the power. ഇവിടെ നമ്മൾ ഒരു ഹോമം ചെയ്താൽ വിശ്വത്തിൽ എവിടെ ഉണ്ടെങ്കിൽ കൂടെ അത് ഫലം കിട്ടും. അതാണ് ശക്തിയാണ്. ഏത് സയൻസ് വന്നാൽ കൂടെ വേദിക് സയൻസ് ആണ് ഫൗണ്ടേഷൻ. വേദമാണ് മൂലാണ്. ഈ വേദത്തിന് എത്രയോ 1000 വർഷം മുമ്പേ ഒരു അപൗരുഷ ഒരു മനുഷ്യന് കൂടെയല്ല തന്നെ സൃഷ്ടിയായതാണ്. ഈ വേദശക്തിയാണ് നമ്മുടെ സംരക്ഷണങ്ങൾ. വേദ സംരക്ഷണ ചെയ്താൽ ഈ ഹോമത്തിൽ വരുന്ന എല്ലാ മന്ത്ര സംരക്ഷണയാണ്. ഈ മന്ത്രം കൊണ്ട് വെച്ച ദ്രവ്യം അഗ്നിമുഖേനം പരിശുദ്ധമായിട്ട് ഹവിസ്സാവു. ഹവിർഭാഗം ദൈവത്തെ എടുത്താൽ അത് നഭോമണ്ഡലത്തിൽ പോകും. അപ്പോൾ ദൈവന്മാർ സ്വീകരിക്കും. പരിസരം ശുദ്ധിയും കൂടെ ആവും. നമ്മൾ ഒരു കാര്യത്തിൽ എല്ലാം ഒരു ഇത് പഞ്ചഭൂതത്തിൽ കൂടെ പരിശുദ്ധാവും. പഞ്ചഭൂത ശക്തി കൂടെ പരിശുദ്ധാവുന്നത് ആകാശതത്വ, അഗ്നിതത്വ, ജലതത്വ, വായുതത്വ, അങ്ങനെ ഒരു വിശേഷം ശക്തിയുടെ ആരാധനം നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനും ഒരു അവസരം ഇവിടെ ആ ജന്മാന്തര പുണ്യത്തിൻ്റെ കൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടി. അങ്ങനെ വളരെ ഭക്തി ശ്രദ്ധയുടെ കൂടെ എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നിട്ട് ഈ 3 ദിവസം ഈ ഹോമത്തിൽ പങ്കെടുത്ത് നമുക്ക് വളരെ സന്തോഷമാണ്. ഭക്തി യാരും പറഞ്ഞിട്ട് വരുന്നതല്ല, തന്നെ വരണു. ഇത് എങ്ങനെയാണ്? നമ്മൾ ആരാധന കൊണ്ട്, നമ്മൾ പറയുന്ന മന്ത്രം കൊണ്ട്, അങ്ങനെ ആ പരിശുദ്ധമായിട്ട് നമുക്ക് ഒരു ചൈതന്യ ശക്തി കിട്ടും. അങ്ങനെ എല്ലാവരും അത്ര ദൂരം നിന്ന് ഇവിടെ വന്നിട്ട് ഈ 3 ദിവസം ഇരിക്കാന്, അമ്മനെ ഭജിക്കാന്, ഈ ഹോമത്തിൽ പങ്കെടുക്കാന് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയെന്ന് വളരെ ഭാഗ്യമാണ്. അങ്ങനെ ഈ ഒരു ശതചണ്ഡികാ ഹോമത്തിൽ ഇന്നലെ പറഞ്ഞു സുരേഷ് സ്വാമി പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആവട്ടെ, ശതചണ്ഡി വകയായിട്ട് തന്നെ ഒരു പാട്ട് നമുക്ക് പാടാം. എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ അതിന് മേലെ നമുക്ക് എന്താ വേണം അല്ലേ? എന്നഹോ ഭവസൈഭവം മൂകാംബികേ, എന്നഹോ ഭവസൈഭവം നിന്ന സന്നിധാനത്തിൽ ശതചണ്ഡി ഹോമവു, നിന്ന സന്നിധാനത്തിൽ ശതചണ്ഡി ഹോമവു, മഹാകാളി മഹാലക്ഷ്മി സരസ്വതി നീനാകും എന്നഹോ ഭവസൈഭവം മൂകാംബികേ. കരുണാമയിനി അരുണാമയിനി, കരുണാമയിനി അരുണാമയിനി, ശരണഗതി നിന്ദ ചരണാരവിന്ദಕ್ಕೆ, ಶರಣಗತಿ ನಿಂತ ಚರಣಾರವಿಂದಕ್ಕೆ. എന്നഹോ ഭവ ശൈവം മൂകാംബികേ, എന്നഹോ ഭവ ശൈവം ശരണാഗതി നിന്ന ചരണാരവിന്ദಕ್ಕೆ. കല്യാണി കലവാണി കാപ്പാടും കാമാക്ഷി, എന്നഹോ ഭവ ശൈവം മൂകാംബികേ. പാരായണവും നാരായണിക്ക്, പാരായണവും നാരായണിക്ക്, പരബ്രഹ്മസ്വരൂപിണി പരമാംബികേ നീ, പരബ്രഹ്മസ്വരൂപിണി
ಪರಮಾಂಬಿಕೆ ನೀ ಚಂಡಿಕೆ ಅಂಬಿಕೆ ಜಗದಂಬಿಕೆ ಮೂಕಾಂಬಿಕೆ ಚಂಡಿಕೆ ಅಂಬಿಕೆ ಜಗದಂಬಿಕೆ ಮೂಕಾಂಬಿಕೆ ಎನ್ನ ಹೋಮವ ಸೈಭವಂ മൂകാംബികേ നിന്ന സന്നിധാനത്തിൽ ശതചണ്ഡി ഹോമവും മഹാകാളി മഹാലക്ഷ്മി സരസ്വതി നീനാകും എന്ന ഹോമവ സൈവ സ്വർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയം വാമഭാഗാദികം ലിംഗം ന ഭൂതോ ന ഭവിഷ്യതി ന ഭൂതോ ന ഭവിഷ്യതി തേ അഹർനിശം മയാം दासोऽयमिति मात्मत्वा क्षमस्व परमेश्वरी इदानीमनुकम्प्यो हय्यथेच्छसि तथा कुरु मत्समपादकेनास्ति पापघ्नि त्वत्समानहि एवं ज्ञात्वा महादेवी यथा योग्यं तथा कुरु നമ്മളെ ഭക്തിയുടെ കൊടുക്കുന്ന ഈ പൂർണാഹുതി ജഗജ്ജനനി മൂകാംബിക ചണ്ഡികാ ദുർഗ ഈ ഒരു പൂർണ്ണാഹുതി സ്വീകരിച്ചിട്ട് എല്ലാവർക്കും ആ മൂകാംബികയുടെ ചണ്ഡികാ ദുർഗയുടെ ഗുരുയുടെ പരമാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. സർവദേവത്യം വൈവാസഃ സർവ ഏവ ദേവതാ പ്രീണാതി അന്തി വിതന്മാനാ ഉർവാണാ ചിരമാത്മനഃ വാസാഗം സിമമഗാവശ്ച അന്നപാനേ ച സർവദാ തതോ മേ ശ്രിയമാവഹ ലോമസാം പശുഭിः സഹ സ്വാഹാ ഓം യാജതാ ഓഷധയ ദേവേഭ്യസ്ത്രിയുഗം പുരാ മന്ദാമി ബഭ്രണാമഹഗം ശതം ധാമാനി സപ്ത ച ശതം വോ അംബധാമാനി സഹസ്രമുത വോരുഹഃ അഥാ ശതക്രത്വോ യൂയമിമം മേ അഗതം കൃതാ പുഷ്പാഭത്തെ പ്രസോഭത്തെ ഫലിനീരഫല ഉത അശ്വാ ഇവ സജിത്വരേർവിരുധ പാരജിഷ്ണവഃ ഓഷധീരിതി മാതരസ്തദ്വോ ദേവീരുപഭ്രുവേ രപാഗുംസി വിഘ്നതേരിതരപശ്ചാത്തയമാനാഃ അശ്വത്ഥേവ നിസദനം പർണേവ വസതിഃ കൃതാ ഗോഭാജയിത്കില സധയത്സനവഥ പൂരുഷം യദഹം ഭാജയന്നിമാ ഓഷധീർഹസ്ത ആദധേ ആത്മായക്ഷ്മസ്യ നശ്യതി പുരാ ജീവഗൃഭോ യഥാ യദോഷധയഃ സംഗച്ഛന്തെ രാജാനഃ സമിതാവിവ വിപ്രസ്ത ഉച്യത്തെ ഭിഷഗ്രക്ഷോഹ വിഭചാതനഃ നിഷ്കൃതിർനാമ വോ മാതാഥ യൂയഗ്രസ്ഥ സംക്രതേഃ സരാഃ പതത്രിണേ സ്ഥനയദാമയതി നിഷ്കൃതാം അന്യാവോ അന്യാമവത്വന്യാന്യസ്യാ ഉപാവതാ താഃ സർവാ ഓഷധയഃ സംവിധാനാ ഇദം മേ പ്രാവതാവചഃ ഉച്ഛുഷ്മാ ഓഷധേന
गावो गोष्ठाधिवेरत धनगुंसनिश्यं ते नामात्मानं तव पूरुषा अतिविश्वाः परिष्ठास्तेन इव व्रजमक्रमः ओषधयः प्राचुत्यमुर्यत्किञ्च तनुवागुं रपः हिरण्यपात्रं मधा पूर्णं ददाति मधव्यासानेते एकधा ब्रह्मण उपहरते एकधैव यजमान आयुस्तेजो दधाति विश्वतश्चक्षुरुत विश्वतो मुख विश्वतो हस्त उत विश्वतस्पाद सम्भ्रां नमति सम्पदत्रैर्या वा पृथिवी जनयन् देव एकः ध्रुवन्ते राजा वरुणो ध्रुवं देवो बृहस्पतिः ध्रुवन्त इन्द्रश्चाग्निश्चराष्ट्रं धारयता ध्रुवम् श्री महाकाली महालक्ष्मी महासरस्वती त्रिगुणात्मिका चण्डिका दुर्गायै नमः यज्ञमयजन्त देवाः तानि धर्माणि प्रथमान्यासन् कविगुं सम्राजमतिथिं जनानामादन्ना पात्रं जनयन्त देवा स्वाहा ॐ सप्तते अग्ने समिधः सप्त जिह्वा सप्त ऋषयः सप्तधाम प्रियाणि सप्तहोत्रा सप्तधात्वा यजन्ति सप्तयोनि प्रणस्ताघतेन स्वाहा ॐ पुनस्त्वादित्या रुद्रावसवत्समिन्धता पुनर्ब्रह्माणा वसुनीथ यज्ञैः घृतेन त्वं तनुवा वर्धयत्त सत्या तन्तु यजमानस्य कामा स्वाहा ॐ पूर्णादर्भिपरापत पुनरापत वस्तेव विक्रीणावः इषमूर्धगुंसतक्रतो ॐ समुद्राधोर्मिर्मधुमाौ उदारदुपांशुना समामृतत्वमानट घृतस्य नाम गुह्ययदस्ते जिह्वा देवानाममृतस्य नावेः वयं नाम प्रब्रवाम घृतस्यास्मिन् यज्ञे धारयाम नमोभिः उपब्रह्मा शोणवच्छस्यमानञ्चतुःशृङ्गोवमे गौर एतत् चत्वारिशङ्खात्रयो अस्य बाधा द्वे शीर्षे सप्तहस्तासो अस्य त्रिधा आबद्धं पूर्ववेति महादेवो मर्त्याम् आविवेश त्रिधा हितं पणिभिर्गुह्यमानङ्गवे देवासो घृतमन्वानिन्दन् इन्द्र एकं सूर्य एकं च जानभेनादेको स्वदया निष्ठादक्षः एता अर्षन्ति हृद्या समुद्राच्छतव्रोजारिपुनानाभचक्षे घृतस्य धारा अभिचाकशेमि हिरण्यो वेदसो मध्यासा सम्यक् स्रावन्ति सरितो नधेना अन्तर्हुता मनसा पूयमानाः एते अर्षन्त्योर्मयो घृतस्य मृगा एव क्षिपणो रीषामणाः सिन्धारिव शोघना सोवातः प्रमयः पतयन्ति हव्वाः घृतस्य धारा अर्षो न भाजी काष्ठा विन्दन्धोर्मिभिः पिन्वामानासो अग्निम् घृतस्य धारा समिदो न सन्तता जोषाण हर्यति जातवेदाः कन्या इव वहतु मे तव अंजन्जान अभिचाकशे मे
यत्र सोमः सूयते यत्र यज्ञो घृतस्य दारा अभिदत्पावन्ते अभ्यर्षत सुष्ठुतिं गव्यमाजिमस्मासु भद्रा द्रवीणानि धत्त इमै यज्ञन्नायत देवता नो घृतस्य दारा मधुमत्पवन्ते धामां ते विश्वम्भवानमधिश्रितमन्तः समुद्रे हृद्या अन्तरायोषे अपामने एके समिधेय आब्रूतस्त्वमश्याम मधुमन्तन्त ऊर्मिं स्वाहा सर्वमसो यतो निदहाति वेदः ततः परशदति दुर्गाणि विश्वानापे वसिन्धुं दुरिता त्यग्नेः ताभग्निवर्णां तपसा ज्वलन्तीं वैराधने कर्मफलेषु दुष्टां दुर्गां देवीगं शरणमहं प्रपद्ये सुतरसि तरसे नमः अग्ने त्वं पारजानं या अस्मान् स्वस्तिभिरति दुर्गाणि विश्वा ओष्टवृद्धे बहुला न उर्वे भवातो कायतनया यशय्याः शावद्देवा अतिदुरिता यज्ञस्वाहा ॐ सृजं दधात्वघृणीयमानं चेदाहं 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 त्वया सर्वे परितप्ता पुरस्तात् आयन्तमब्रवाणा उपेधम् आरभस्वजातवेदोऽस्माकार्ताय जज्ञिषे धूतो नो अग्ने भूत्वा यातु दानान् विलापया त्वमग्ने यातु दानानुपभद्रामिहावः अथैषामिन्द्रो वज्रेणापि ॐ नेतते यज्ञायज्ञपदे सुवीरस्वाहा ॐ देवाघातुमिदाघातुं विद्वाघातुमितमनतस्तत देवदेवेषु यज्ञस्वाहा वाचि स्वाहा वातेधा स्वाहा देवेभ्यो गातुमिभ्यो यज्ञाय परमात्मन इदं मम ॐ वसोर्धाराञ्जवति वसो धारा सदिति वा एषा हूयते घृतस्य वा येन मेषा धारामुस्मिन् लोके अस्यामेव प्रतिष्ठते अस्मिन् साङ्गशतचण्डिका होम मध्ये कृतपूर्णाहुतेर्मुहूर्तः सुमुहूर्तोऽस्तीत्यनुगृह्णन्तो हर नमः पार्वती पतये अम्बा माता की अम्बा माता की ओम नमस्ते हरसे ज्योतिषे नमस्ते अस्त्वतिषे अन्यन्ते अस्मत्तपन्तु हेतयः पावको अस्मभ्यगुं शिवो भवा अग्ने नयतु पथाराये अस्मान् इष्टानि देव भजनानि विद्वान् जोराणमेनः भूयिष्ठान्नजय सुपाताम् यो दीप्यानि मानुषा जनो गुंसे अन्तरविष्टानि विद्मनादिगाति अच्छागिनो मतयो ते भजन्ते अग्नीयन्ते द्रविणम् भिक्षमाणाः स्वसन्दृशकं सुप्रतीकग्रस्वञ्जम् हव्यवाहमरतिम् मानुषाणा अग्ने त्वमस्मद्ययोध्यमेवाः अनद्रीति इन्नयथरे वयन्त
तः दक्षिणवाट्वाजिनी प्राच्यते निर्भरन् त्यक्तजे धृताति ॐ सकृत्ते अग्ने नमः त्रिस्ते नमः त्रिस्ते नमः परिमितकृत्वस्ते नमः नमस्ते गारगपत्याय नमस्ते दक्षिणाग्नये नमः हवनीयाय महावेद्यै नमो नमः काण्डद्वयोपपाद्याय कर्म ब्रह्मस्वरूपिणे सर्गापवर्गदात्रे जयत्येशाय नमो नमः मुखं विमृष्टे अवभृतस्यैव रूपं कृत्वोत्तिष्ठति कलशं प्रदक्षिणाकर्म आचार्या പരമഗുരുവേ നമ. നമസ്കാരം. ഇതിൽ മലയാളം അറിയാവുന്നുള്ള പോറ്റുമാർ കുറവാണ്, എന്നാലും ഞാൻ പറയുന്നത് മനസ്സിലാവും. ഈ 3 ദിവസം സാക്ഷാൽ ചിന്താലേശ ഭഗവാന് വേണ്ടി ഇത്രയും പോറ്റുമാർ നമ്മളുടെ സുരേഷ് ഭട്ടിൻ്റെയും നേതൃത്വത്തിൽ ശരിക്ക് വേറെ പുറത്തൊരാളിനെ പൂജ ചെയ്തു എന്ന് എനിക്ക് തോന്നിയില്ല. അമ്മയ്ക്ക് സമർപ്പണമായി അമ്മയ്ക്കൊരു പൂജ ചെയ്താൽ എത്ര കാര്യമായിട്ട് ചെയ്യും, ആ രീതിയിൽ പൂജ ചെയ്യായിരുന്നു. അപ്പോൾ അതിനൊരു നന്ദി വാക്ക് പറഞ്ഞാൽ അത് ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അമ്മയ്ക്ക് സമർപ്പണമായി ചെയ്ത പൂജയാണ് അവർ. ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. ഈ പൂജ ചെയ്യാനുള്ള കാരണം ശരിക്ക് ഒരു 2 വാക്കിൽ പറയാം. മനസ്സിലാവില്ലായിരിക്കാം, എൻ്റെ കൂടെ വന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഏകദേശം ശക്തിപീഠങ്ങളിലും സിദ്ധിപീഠങ്ങളിലും സഞ്ചരിച്ച ആളാണ്. ഏകദേശം 12 പ്രാവശ്യം ഹിമാലയ യാത്ര ചെയ്ത ആളാണ്. ഏകദേശം 49 ലോക രാജ്യങ്ങൾ ഇതിനകം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെല്ലായിടത്തും പോയിട്ട് ഒരിക്കൽ ഞാൻ ഈ ശക്തിപീഠങ്ങളിലും സിദ്ധിപീഠത്തിലും ഒക്കെ പോയിട്ട് മൂകാംബിയിൽ പൂജയ്ക്ക് വരികയായിരുന്നു. അപ്പോൾ ഭഗവാൻ ചിന്താലേശൻ എന്നോട് പറഞ്ഞു, പിള്ളേ, അവിടെ ഇരിക്കുന്ന ദേവി കുറച്ച് പ്രത്യേകതയുള്ള ദേവിയാണ്. ഈ മറ്റ് സിദ്ധിപീഠങ്ങളിലും ശക്തിപീഠങ്ങളിലും ഉള്ള ദേവിയെ പോലെ അല്ല. കാരണം ശിവൻ കാവലിരിക്കുന്ന അമ്മയാണ്. കാരണം ഒരു യോഗ അഭ്യാസി അല്ലെങ്കിൽ സന്യാസ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാള് 6 ആധാരങ്ങൾ ഭേദിച്ച് ചെല്ലുമ്പോൾ ശിവനെ കാണാൻ പറ്റും. അപ്പൊ ശിവൻ ഇരിക്കുന്നതിന് മുകളിലോട്ട് സഹസ്രതലത്തിലേക്ക് ഇരിക്കുന്ന അമ്മയാണ്. ശിവന്റെയും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെയും സർവ ദേവതകളുടെയും മാതാവാണ് ഇവിടെ ഇരിക്കുന്ന ദേവി. അപ്പൊ ഇവിടെ ചെയ്യുന്ന ഓരോ പൂജയും, ഇവിടെ ദർശനം ചെയ്യാൻ പറ്റുന്ന ഓരോ വ്യക്തിക്കും, ദർശനം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാപുണ്യമാണ്. അതില് ഉപരി ഈ മഹായാഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പുണ്യം. ഇതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ പ്രത്യേകത, ശരിക്ക് കഴിഞ്ഞ ജന്മത്തില് ഏതോ ദേവതമാരും ചെറിയ അഭ്യാസങ്ങൾ കാണിക്കും, അവർക്ക് ശാപം കിട്ടും. അങ്ങനെ ദേവതകൾ ശാപം കിട്ടി വന്നവരാണ് ഇവിടുത്തെ പൂജാരിമാരെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അമ്മയ്ക്ക് അത്ര പ്രിയങ്കരായിട്ടുള്ള അമ്മയ്ക്ക് പൂജ ചെയ്യുക സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. അത് പ്രത്യേകിച്ച് ചണ്ഡികാ യാഗം. ശരിക്കും ഇപ്പോ എല്ലാ വീടുകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ചണ്ഡികാ പൂജ ചെയ്യുന്നുണ്ട്. ശരിക്ക് വിധിയില്ല. ശങ്കരാചാര്യർ ശരിക്ക് പരാശക്തിക്ക് മൂകാംബി അമ്മയ്ക്ക് തയ്യാറാക്കിയ പൂജാ വിധിയാണ് ഇത്. അത് ഈ സന്നിധിയിൽ ചെയ്യുന്നതിന്റെ ഫലം ലോകത്ത് എവിടെ വെച്ച് ചെയ്താലും കിട്ടത്തില്ല.
മാത്രമല്ല പരാശക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. പരാശക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച മാതാവ്. ഇവിടെ ഇരുന്ന് നമ്മളിപ്പോ മനോവേഗത്തിൽ സഞ്ചരിക്കും. അമ്മയെ ലോകത്ത് എവിടെ ഇരുന്ന് സ്മരിച്ചാലും അമ്മ അവിടെ എത്തും. കാരണം ഇവിടെ ഇരിക്കുന്ന ദേവി പ്രപഞ്ച മാതാവാണ്. ഇപ്പൊ പ്രപഞ്ച മാതാവിന്റെ സന്നിധിയിൽ 204 ചണ്ഡിയ ഹോമം ചെയ്യാൻ അമ്മ എന്നെ അനുവദിച്ചു. അമ്മ അനുവദിച്ചതാണ്, അല്ല ഞാൻ ചെയ്തതല്ല. അതും എൻ്റെ ഗുരുവിൻ്റെ പേരിൽ. ഗുരു എന്ന് പറയുമ്പോൾ എൻ്റെ പേരിലോ എൻ്റെ നാളിലോ ഞാനൊരു അർച്ചന പോലും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്നും ചെയ്യുന്ന പൂജാരിമാർക്ക് പോലും എൻ്റെ നക്ഷത്രം എന്തെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഭഗവാന്റെ പേരിൽ ചെയ്യുമ്പോൾ സ്വാമി പൂജ ചെയ്യാൻ എൻ്റെ കൂടി പറഞ്ഞപ്പോൾ, ഞാൻ പൂജ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കൂടി ഭഗവാൻ പറഞ്ഞത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് പൂജ ചെയ്യാനാണ്. അല്ലാതെ സ്വാമിയുടെ പേരിൽ പൂജ ചെയ്യാൻ സ്വാമി പറഞ്ഞില്ല. അദ്ദേഹം ഇന്ന് 4 വർഷം തികയാണ് ജീവസമാധിയിലേക്ക് പ്രവേശിച്ചിട്ട്. സമാധിയാവുന്നതിനും ശരിക്കും 45 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന ദിവസം സമാധിയാവും, ഇന്ന നക്ഷത്രത്തിൽ സമാധിയാവും, ഇന്ന സമയത്ത് സമാധിയാവും എന്ന് എഴുതി ഒരു വെള്ളിത്തകടിൽ എഴുതി സമാധി മണ്ഡപം സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി അതിനകത്ത് പതിപ്പിച്ചിട്ട് ആണ് അദ്ദേഹം ആ സമയത്ത് ജീവസമാധിയിലേക്ക് പോയത്. ജീവസമാധി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ജീവസമാധി പല രീതിയിലാണ് സമാധി ഇതിൽ കാണുന്നത്. ഭഗവാൻ എന്തെന്ന് വെച്ചാൽ ഭഗവാൻ ആരാധിച്ചിട്ടുള്ള ഒരേ ഒരാള് ഭഗവാന്റെ ഗുരുവിനെയാണ്. ഞാൻ സ്വാമി ഒരു ദേവതയെ ആരാധിക്കുന്ന കണ്ടിട്ടില്ല. സ്വാമിയുടെ ഗുരുവിനെ അന്ന് സമാധി ഇരുത്തുന്ന സമയത്ത്, അവസാന സമയത്ത് സമാധി ഇരുത്തിയിട്ട് സമാധിയിൽ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പ്രതിമയും കൂടി മടിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. പെട്ടെന്ന് ഈ ഭസ്മമൊക്കെ ഇട്ട് നിറയ്ക്കുന്ന സമയത്ത് ഈ വിഗ്രഹം ഒന്ന് ചരിഞ്ഞു. അദ്ദേഹം 2 കൈ കൊണ്ട് ചേർത്ത് വിഗ്രഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സമാധി ഇരുത്തുന്ന സമയത്താണ്. എന്നിട്ട് എല്ലാവരും പിന്നെ സമാധി മൂടണോ എന്നുള്ള പേടിയായി. കാരണം സ്വാമി ജീവനോട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരുത്തിയിരിക്കുന്ന സമയത്ത് അതിനുശേഷം 5 മഹാ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ചു. ഈ സമാധിയിലെ മുകളിൽ ഏത് വിഗ്രഹം വെക്കണം. അപ്പോൾ ചിലര് വിഷ്ണുവിൽ ലയിക്കും, ചിലര് മഹാദേവനിൽ ലയിക്കും, ചിലര് ബ്രഹ്മയിൽ ലയിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ ലയിക്കും. ഒരു ദേവതയിലും അല്ല ലയിച്ചിരിക്കുന്നത്. പരബ്രഹ്മത്തിൽ ലയിച്ച് പരാശക്തിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. ആ ഇരിക്കുന്ന ഒരാളിന് വേണ്ടി വയ്ക്കണം. അങ്ങനെ ഞങ്ങൾ ആ ക്ഷേത്രത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവസമാധിയിലെ മുകളിൽ ആത്മലിംഗമാണ് വെച്ചിരിക്കുന്നത്. വേറെ ലിംഗം വെക്കാനില്ല. ഒരു ലിംഗം അതിലിരിക്കത്തില്ല. ആത്മലിംഗം ശരിക്ക് രാവണൻ ശരിക്കും കൊണ്ടുപോകാൻ പോയ ആത്മലിംഗമാണ്. അതാണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഗോകർണത്തെ പ്രതീക്ഷിക്കുന്നത്. ഗോകർണത്തും അതും കാണാൻ പറ്റില്ല. നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാതെ പ്രതീക്ഷിക്കും. അപ്പൊ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു ആത്മലിംഗമേ ഉള്ളൂ. അത് ചിന്താലേശ ഭഗവാന്റെ സമാധിയിലാണ് വെച്ചിരിക്കുന്നത്. ആ മഹാത്മാവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും പേര് പൂജ ചെയ്തത്. ഭഗവാൻ അറിയാതെ ഭഗവാന്റെ പൂജ ചെയ്യാൻ സാധ്യമല്ല. ഒരാൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം, അമ്മയുടെ സത്യം, അമ്മയുടെ അനുഗ്രഹത്തിനൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം ഈ പൂജയിൽ ഏകാഗ്രമായിട്ട് ഒരു മനസ്സാലെ ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം.
ഈ ഒരു കർമ്മം എല്ലാവരും ചെയ്തിട്ടുള്ളത്. ആ ഒരു കർമ്മം ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ച ആ മുഖം കൊണ്ട് എല്ലാവരുമാണ് നിങ്ങൾക്ക് ആയുരാരോഗ്യം ഐശ്വര്യം സമസ്ത ഇഷ്ടാർത്ഥങ്ങളൊക്കെ അമ്മയുടെ കരുണ ഉണ്ടാവട്ടെ എന്നാണ് എല്ലാവരും ആശീർവാദം സ്വസ്തി मनोरथा संपूर्णा सन्तु मनस्संकल्प सिद्धिरस्तु सत्या सन्तु यजमानस्य कामाः देवाः तानि धर्माणि प्रथमान्यासन् अनागं महिमानः सजन्ते